ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈലം പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കേട്ടറ്റിൻ്റെ കാറ്റഗറി 1 പരീക്ഷ നടന്നതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്. സൈക്കോളജി മാത്രം 30 മാർക്കിൻ്റെ സൈക്കോളജി. അത് പ്രത്യേകിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേട്ടറ്റ് എഴുതിയ ആളുകൾക്ക് അതിൻ്റെ ആൻസർ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടും ഒപ്പം വരുന്ന LP-UPക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക എന്നുള്ളത് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആ 30 ചോദ്യങ്ങൾ ഈ അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. അത്ര വലിയ ടൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ചോദ്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. എന്നാൽ ചിലതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാനുണ്ട്, നമുക്കവിടെ തെറ്റിക്കുന്ന തരത്തിൽ, അതായത് കൃത്യമായിട്ട് ആൻസർ ഇല്ലാത്ത 1-2 ചോദ്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 3ാമതായുള്ള തലത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഏറ്റവും അടിയിൽ ശാരീരിക ആവശ്യങ്ങളാണ്, അതിൻ്റെ തൊട്ട് മുകളിൽ സുരക്ഷാ ആവശ്യങ്ങളാണ്, അതിൻ്റെ തൊട്ട് മുകളിൽ സ്നേഹമാണ്. ഞാനൊരു കണക്ഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത്. രണ്ടാമത്തേലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം ഏതാണ്? അപ്പോൾ ഓപ്ഷനിൽ മാനസികമായിട്ടുള്ള എത്ര കാര്യമുണ്ട് നോക്കിയാൽ മതി. പ്രായം മാനസികമാണോ? ആരോഗ്യം മാനസികമാണോ? ക്ഷമത ആരോഗ്യം, ഈ പറയുന്ന ആരോഗ്യമാണെങ്കിലും ക്ഷമതയാണെങ്കിലും പ്രായമാണെങ്കിലും ഒന്നും നമുക്ക് എന്തല്ല, അവിടെ മാനസികമായിട്ടുള്ള കാര്യമല്ല. പ്രചോദനം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ട് കിട്ടുന്ന കാര്യമല്ലേ. ഒരാൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു മനസ്സുഖം നൽകുന്ന സാധനമല്ലേ. സോ ഇവിടെ മാനസികമായ എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പമാണ്. പ്രചോദനം എന്നുള്ളതാണ്, മോട്ടിവേഷനാണ് അവിടെ ആൻസർ എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഠന പ്രവർത്തനമല്ലേ. അതായത് പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവർത്തനം നടത്താൻ കൊടുക്കല്ലേ. സോ ഇനി ഉത്തരത്തിലേക്ക് പോവാം. പ്രശ്നാധിഷ്ഠിതം ഒരു പ്രശ്നമാണോ? നാടകം അല്ല. പ്രവർത്തനാധിഷ്ഠിതം പ്രവർത്തനമാണ്. പ്രബന്ധാധിഷ്ഠിതമാണോ? അല്ല. പ്രഭാഷണാധിഷ്ഠിതമാണോ? അതുമല്ല. ഉത്തരം ഏതേ വരുള്ളൂ, പ്രവർത്തനാധിഷ്ഠിതം. അതായത് ക്ലാസ് റൂമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പാഠകമാകുമായി ബന്ധപ്പെട്ട് ഒരു നാടകം അവതരിപ്പിക്കാൻ കൊടുക്കുമ്പോൾ അതേതാണ്, പ്രവർത്തനാധിഷ്ഠിതം. അടുത്തത്, പരിശീലനം കൊണ്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം. അതായത് നമ്മൾ DLED ഒക്കെ ടെക്സ്റ്റ് ബുക്ക് എടുത്താലും BED-നാണെങ്കിലും TTC-ക്കും ഒക്കെ നമ്മൾ പഠനം എന്നതിനൊരു ഡെഫിനിഷൻ പഠിക്കുകയാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഡെഫിനിഷനാണ് ഏത്, പരിശീലനം കൊണ്ടൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം. ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് എഴുതാൻ പറ്റും. കാരണം പെരുമാറ്റത്തിലുണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ള മാറ്റം ബുദ്ധിയല്ല, വ്യക്തിത്വവുമല്ല, അഭിരുചിയുമല്ല. ഏതേ ഉള്ളൂ, പഠനം എന്നുള്ളത് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്, ശരിയായവ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അണ്ടർലൈൻ ചെയ്യണം. അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തിയായിരിക്കും. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർ ഉയർന്ന ബുദ്ധിശക്തി നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പം അത് തെറ്റി. മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും, അങ്ങനെയും പറയാൻ പറ്റൂല. പിന്നോക്കം നിൽക്കുന്നവരിൽ എത്രയോ നല്ല എന്ത് ചെയ്യാറുണ്ട്, നിലവാരം പുലർത്തുന്ന ആളുകൾ വരാറുണ്ട്. അപ്പോൾ അതുമല്ല. പിന്നെയോ, മിക്ക കുട്ടികളുടെയും അഭിലാഷത്തിൻ്റെ തലം കുറവായിരിക്കും. സാമൂഹികമായി പിന്നോക്കം നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ അവസ്ഥ അറിഞ്ഞിട്ടേ എന്തുണ്ടാവുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള അഭിലാഷം, ആഗ്രഹം എന്നുള്ള ആ ഒരു ലെവലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ അഭിലാഷ തലം കുറവായിരിക്കും എന്ന് പറയുന്നത് ശരിയാണ്. ഇനിയോ, മിക്ക കുട്ടികൾക്കും പ്രചോദനം കുറവായിരിക്കും. അതായത് പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് മോട്ടിവേഷനും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യൂല, അവർക്ക് ഈ പറയുന്ന പ്രചോദനമൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളത്. അപ്പോൾ അതും ശരിയല്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ സിയും ഡിയും എന്നുള്ള ലെവലിൽ നമുക്ക് ഓപ്ഷൻ ബി, സിയും ഡിയും എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ആൻസർ ചെയ്യാം. നെക്സ്റ്റ് 6ാമത്തേത്, ലിംഗ നിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഇത് എന്തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? നമുക്ക് സിമ്പിളാണ് ഉത്തരം, ചോദ്യത്തിൽ നിന്ന് തന്നെ സിമ്പിളാണ്. ഇത് ലിംഗസമത്വം. ലിംഗസമത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പറയുന്ന ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണം വരുന്നത്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, വൈകല്യത്തിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമോ പാരിസ്ഥിതികമോ ആകാം. വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടകം താഴെ കൊടുത്തുള്ള പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തവയിൽ പാരിസ്ഥിതിക ഘടകം ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ സിറ്റുവേഷണൽ ആണ്. കാരണം ജീനുകൾ നമുക്ക് പാരമ്പര്യമാണ്, ക്രോമസോം പാരമ്പര്യമാണ്, ഹോർമോൺ പാരമ്പര്യമാണ്. രോഗങ്ങൾ നമുക്ക് എന്താണ്,
പാരമ്പര്യ രോഗങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മളവിടെ പാരമ്പര്യം എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർണ്ണാന്തത പോലുള്ള പാരമ്പര്യ രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ രോഗങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യവും ഉണ്ട്, എന്നാൽ നമുക്ക് പരിസ്ഥിതിയിൽ നിന്ന് ഇഷ്ടം പോലെ നമുക്ക് പരിസ്ഥിതിയിൽ നിന്ന് രോഗങ്ങൾ കിട്ടുന്നില്ലേ? ജലദോഷമാണെങ്കിലും അല്ലെങ്കിൽ ഈ പകർന്നു വരുന്ന രോഗങ്ങളൊക്കെ എവിടുന്ന് കിട്ടുന്ന പരിസ്ഥിതിയിൽ. സോ ഈ ഒരു സാഹചര്യത്തിന് തൽക്കാലം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെഴുതാം, രോഗങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഉത്തരം എഴുതാം. പാരമ്പര്യ രോഗങ്ങളും ഉണ്ട് എന്നുള്ള ആ ഫാക്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളതിൽ സ്യൂട്ടബിൾ ഏതാണ്, രോഗങ്ങൾ എന്നുള്ളതാണ്. നെക്സ്റ്റ്, മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിന്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നു. ഈ മൂല്യനിർണ്ണയ പ്രക്രിയയാണെന്ത്, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഇത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന CCE, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. എല്ലാം ഉൾക്കൊള്ളിച്ച് എന്ന് പറയുമ്പോൾ പിന്നെ അതന്നല്ലേ വരുള്ളൂ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ആൻസർ ഏതാ, 8ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, താഴെ പറയുന്നവയിൽ സെഫാലോകോഡൽ ഞാൻ എന്നും കണക്ഷൻ പറഞ്ഞു തരുന്നതാണ്. സെഫാലോകോഡൽ എന്നുള്ളത് എങ്ങനെ, ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്നുള്ള ലെവലിൽ, തല മുതൽ കാൽ വരെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. നെക്സ്റ്റ്, തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകനെ നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയ രക്ഷാകർത്താവ് അവനെ അല്ലെങ്കിൽ അവളെ നൃത്തം അഭ്യസിപ്പിക്കുകയും അവൾ ആ മേഖലയിൽ പ്രശസ്തി കൈവരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തിന് സഹായകരമായത്? നമ്മൾ ഈ പറയുന്ന വികാസ തത്വങ്ങളിൽ ആകെ പഠിക്കുന്നത് ഏത് മാത്രമാണ്? നമ്മൾ ആ 4 ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാരമ്പര്യവും പര്യാവരണവും അല്ലെങ്കിൽ പാരമ്പര്യവും പരിസരവും, ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്, അതുമാത്രം നോക്കിയാൽ മതി. സോ അവിടെ ആ കാര്യം തന്നെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. സോ പാരമ്പര്യവും പാരിസ്ഥിതികവും എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 12ാമത്തെ ക്വസ്റ്റ്യൻ, അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ഗൂഢപ്രശ്നം ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെ ഉത്തരം ആലോചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു കുട്ടി പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? ഒറ്റ കാര്യം മൈൻഡിലേക്ക് വന്നാൽ മതി, കോഹ്ലറിൻ്റെ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസി. ബാക്കി അവിടെ ആ ഹാളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ചിമ്പാൻസിയൊക്കെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉൾക്കാഴ്ച, അന്തർദൃഷ്ടി തെളിഞ്ഞു, പെട്ടികളെല്ലാം കൂട്ടിയിട്ട് പഴക്കൊല പറിക്കുന്ന ആ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. സോ ഉൾക്കാഴ്ച പഠനം എന്നുള്ളതാണ്, ഇൻസൈറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നത്, പെട്ടെന്ന് ഉണ്ടാവുന്നത് എന്നുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, 13, ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഡിസ്ലെക്സിയ വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതാനുള്ളതാണ്, ഡിസ്കാൽക്കുലിയ കണക്കിലെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്, ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇവിടെ ആൻസർ സി ആണ് വരുന്നത്. നെക്സ്റ്റ്, ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടി വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായി ആവിഷ്കരിക്കുന്നത്? രൂപങ്ങൾ എന്നുള്ളതിൻ്റെ വേറെ വാക്ക് നോക്കിയാൽ മതി, ബിംബങ്ങൾ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രൂണറുടെ ഘട്ടങ്ങൾ പഠിക്കുമ്പോൾ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, അത് കഴിഞ്ഞ് പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ ബിംബങ്ങൾ, രൂപങ്ങൾ ആവിഷ്കരിക്കുന്നത് അത് അങ്ങനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എത്ര സിമ്പിളാ ചോദ്യം. ഇനിയോ 15ാമത്തേത്, ഡൈവേർജന്റ് ചിന്തയിൽ. ഡൈവേർജന്റ് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്ന പരിഹരണത്തിന് വേണ്ടിയിട്ട് വേറിട്ട ഒരുപാട് വഴികളിലൂടെ പോവുക എന്നുള്ളതാണ്. സോ അതിൽ കുട്ടി ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നു എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതും പറയാൻ പറ്റില്ല. പിന്നെയോ കുട്ടി സങ്കീർണമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, അതും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ള ലെവലിലേക്ക് പറയാൻ പറ്റില്ല. ഉത്തരങ്ങൾ ഒരുപാടുണ്ടാവും, കാരണം പല വഴികളിലൂടെ പോകുമ്പോൾ. ഇനിയോ കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നു, ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത്. സോ ഈ പറയുന്ന ഓപ്ഷൻ ഡി മാത്രം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ സിറ്റുവേഷൻ നോക്കാനുള്ളത് ഡി ഉള്ള എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ബിയും സിയും ഡിയും എന്ന് പറയുന്നത് മൂന്നും കൂടെ നമുക്ക് നടക്കൂല, കാരണം 2 എണ്ണം ഞാൻ അവിടെ തെറ്റാണ് എന്നുള്ള ലെവലിൽ തന്നെ പറഞ്ഞു. സോ ബി സി ഡി എന്നുള്ളത് ഒരിക്കലും അവിടെ നമുക്ക് പോസിബിൾ അല്ല. പിന്നെ തൽക്കാലം കുട്ടി ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നു. വ്യത്യസ്തമായ വഴികളിലൂടെ പോയാലും അവസാനം ഒരു പരിഹാരത്തിലേക്ക് ആരെത്തുന്നുണ്ട്, കുട്ടി എത്തുന്നുണ്ട് എന്ന സ്ഥിതിക്ക് ഈ ഒരു ആൻസറിൽ സിറ്റുവേഷണൽ എന്നുള്ള ലെവലിൽ നമുക്ക് ഏത് എഴുതാം, ഇതും കൂടെ ചേർത്ത് എയും ഡിയും എന്നുള്ള ആൻസർ അവിടെ തൽക്കാലത്തേക്ക് എഴുതാതെ ഉള്ളൂ. ഞാൻ മോസ്റ്റ്
സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി മാത്രം എന്നുള്ള ഉത്തരം ഉണ്ടെങ്കിൽ അതേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇവിടെ സിറ്റുവേഷനിലാണ് അവിടെ ഏതും കൂടെ ചെല്ലാം. ഈ പറയുന്ന പല വഴികളിലൂടെ പോയാലും അവസാനം ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നു എന്നുള്ള ലെവൽ എയും ഡിയും എന്നുള്ള ലെവലിലേക്ക് അവിടെ പറയാം. ഇനിയോ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശത്തിനും വേണ്ടി 1995 എത്രയോ തവണ റിപ്പീറ്റ് അടിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. PWD ആക്ട് 1995 എന്ന് പറയുന്ന ഫസ്റ്റ് ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ച് അതായത് കേട്ടിട്ട് പരീക്ഷ എഴുതി തുടങ്ങിയ കാലം മുതൽ നമ്മൾ കാണുന്നതാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു, കറക്റ്റ് ആണല്ലോ. ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു, അത് കറക്റ്റ് ആണല്ലോ. ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു, അത് കറക്റ്റ് ആണല്ലോ. ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നു, അതില്ലല്ലോ. അനാവശ്യമായ മത്സരം മാർക്കിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായതുകൊണ്ടല്ലേ ഗ്രേഡിംഗ് കൊണ്ടുവന്നത് തന്നെ. സോ അതൊക്കെ എന്താണ്, കോമൺ സെൻസ് ആണ്. ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യാം, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, യൂണിവേഴ്സൽ ഗ്രാമർ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇന്നലെയും കൂടെ ഞാൻ ക്ലാസ്സിൽ എന്ത് ചെയ്തതാണ്, സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്. ചൊല്ലട എന്നുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോംസ്കിയുടെ ലാഡ് എന്നുള്ളത്. സോ നോം ചോംസ്കിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത്. ഇനിയോ, അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തത് എന്നൊരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് പ്രതിരോധ തന്ത്രമാണ്? ന്യായീകരണങ്ങൾ, നമ്മൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയുന്ന ആ 2 എണ്ണം വരുന്നതുണ്ടല്ലോ, അത് ഏതിലാണ് വരുന്നത്? യുക്തീകരണത്തിലാണ്. ന്യായീകരിക്കുക, അതും ഇതും പറഞ്ഞിങ്ങനെ ന്യായീകരിക്കുന്നത്. സോ 19ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനിയോ 20, പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ്. താഴെ പറയുന്നവയിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എന്തെല്ലാം? ഒരു സമൂഹവുമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ പരസ്പര സഹകരണം ഉണ്ടാകുന്നു, പിന്നെയോ പരസ്പര വിശ്വാസം വർദ്ധിക്കുന്നു, പരസ്പരം ബഹുമാനം ഉണ്ടാവും. ഇതൊക്കെ ഒരു സമൂഹത്തിലേക്ക് ഇടപെടുമ്പോൾ ഈ പറയുന്നൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ സാമൂഹിക പ്രവർത്തനമാകുമ്പോൾ ഇതെല്ലാം വളരും. സോ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനിയോ, നന്നായി പാട്ടും നൃത്തവും ചെയ്യുന്ന ഒരു കുട്ടി ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ഏതൊക്കെ ബുദ്ധിയാണ്? ഒന്ന് ഇവിടെ പാട്ടുണ്ട്, ഒന്ന് നൃത്തമുണ്ട്. അത് രണ്ടും ഉള്ളത് മാത്രം നോക്കിയാൽ മതി. പാട്ടിന് സംഗീതം, നൃത്തത്തിന് ശാരീരിക ചലനം. ആ ലെവലിൽ തന്നെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെ കണ്ടാൽ മതി. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനിയോ, ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു പുതിയ പ്രശ്നം നൽകിയപ്പോൾ ഒരു കുട്ടിക്കത് പരിഹരിക്കാൻ സാധിച്ചില്ല. കാരണം അവൻ മുമ്പ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ച അതേ മാനസിക പ്രവർത്തനങ്ങളാണ് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചത്. പ്രശ്നപരിഹാരത്തിലെ തടസ്സത്തിൻ്റെ പേരെന്താണ്? അവിടെ ചോദ്യം ഒന്ന് നമ്മളെ ഇങ്ങനെ ഒന്ന് കൺഫ്യൂസ് ആക്കിയേക്കാം. ഇതിപ്പോൾ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ലെവലിലേക്ക്. പക്ഷേ ചോദ്യത്തിൽ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവൻ ആ ഉത്തരം കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്താ? മുമ്പ് ഏത് മാനസിക പ്രവർത്തനത്തിലാണോ ഉണ്ടായിരുന്നത് അതേ സംഗതി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവൻ്റെ മൈൻഡിൽ പുതിയ ഒരു പ്രോബ്ലം തന്നപ്പോഴും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. സോ അതേ മാനസിക ചട്ടക്കൂടല്ലേ അവിടെ തടസ്സം. സോ അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ ആയിട്ട് നമുക്ക് അവിടെ പറയാവുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ. 23, പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യുക്തിപൂർവം അമൂർത്തമായി ചിന്തിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ? അമൂർത്തം എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ആ ഘട്ടത്തിൻ്റെ പേരെന്നെ എന്താ? അമൂർത്ത ചിന്തന ഘട്ടം, അല്ലെങ്കിൽ അമൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇതൊക്കെ ഒരേ പേരല്ലേ, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഘട്ടങ്ങളൊക്കെ ഇന്നലെയും കൂടെ എന്ത് ചെയ്താണ്, ജസ്റ്റ് അവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്. ബുദ്ധിമാനം 130 മുകളിലുള്ള കുട്ടി അറിയപ്പെടുന്നത് ഈ പറയുന്ന കൂട്ടത്തിൽ പെടാത്ത നോക്കിയാൽ മതി. ഇതിൽ ആരേ ഉള്ളൂ? പ്രതിഭാധനൻ എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി ബുദ്ധി പരിമിതിയുള്ള കുട്ടിന്നോ ഓട്ടിസ്റ്റിക്നോ ഡാർഫിസെന്നോ ഒന്നും അതുമായി ബന്ധപ്പെട്ടതല്ലോ. സോ സിമ്പിളായിട്ട് അവിടെ ഉത്തരം എഴുതാൻ പറ്റും. നെക്സ്റ്റ്, 25ാമത്തേത്, ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ രീതി എന്തേ ഉള്ളൂ? ക്ലാസ് മുറിയിലാണെങ്കിലും അധ്യാപകൻ പറയും എന്ത്, നിന്റെ കുതിരകളി ഞാനിവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ, നിന്റെ വിചാരമുണ്ട് ഞാൻ കാണുന്നില്ല എന്ന്. അധ്യാപകൻ നിരീക്ഷിക്കല്ലേ ചെയ്യുന്നത്. അവൻ PT പീരീഡ് പുറത്തേക്ക് പോയാലും എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അധ്യാപകൻ നിരീക്ഷിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിരീക്ഷണമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകൻ ഉപയോഗിക്കുന്ന ഫലപ്രദമായ രീതി. ഇനിയോ 26, പ്രവർത്തിച്ചു പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം. കുട്ടി
പ്രവർത്തിച്ച് പഠിക്കുമ്പോൾ അത് കുട്ടിയെ കേന്ദ്രീകരിക്കുന്നതല്ലേ. സോ ഏത് ആൻസർ വരുള്ളൂ? വിദ്യാർത്ഥി കേന്ദ്രീകൃതം എന്നുള്ള ആൻസർ എന്ത് ചെയ്യുള്ളൂ? അവിടെ വരുള്ളൂ. സോ 27 ഒരു വിദ്യാർത്ഥി ആദ്യം പൊതുവായ വസ്തുതകൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകം, ആദ്യം പൊതുവായ ജനറൽ, പിന്നീട് പ്രത്യേകം. അപ്പൊ അവിടെ എന്താ? സ്പെസിഫിക് എന്നുള്ള, ജനറൽ ടു പർട്ടിക്കുലർ, ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു. അപ്പം GP അല്ലേ നമ്മൾ ക്ലാസ്സിലെ കണക്ഷൻ പറഞ്ഞാൽ എന്ത്? GP വരുമ്പോൾ പിന്നെ മുന്നിൽ DGP എന്നല്ലേ നമ്മൾ ക്ലാസ്സിൽ കണക്ഷൻ ഇടുന്നത്. സോ ഡിഡക്റ്റീവ് മെത്തേഡാണ് ജനറൽ ടു പർട്ടിക്കുലർ. മറ്റേത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാസ് കുറ്റി കണ്ടു കഴിഞ്ഞാൽ അതിൽ മേലത്തെ LPG എന്നുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്യണം? നമുക്കത് IPG ആക്കണം. ഇൻഡക്റ്റീവ് മെത്തേഡ്, പർട്ടിക്കുലർ ടു ജനറൽ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ ക്ലാസ്സിൽ തന്നെ നമ്മൾ നോർമലി പറയുന്നതാണ്, പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ രീതികൾ പറയുന്നതൊക്കെ. സോ 28ാമത്തെ ചോദ്യം, ഇവിടെ ആൻസർ ഏതേ വരുള്ളൂ? ഡിഡക്റ്റീവ് മെത്തേഡാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആൻസർ വരുന്നത്. അടുത്തത് 28ാമത്തെ ചോദ്യം, താഴെ പറയുന്ന മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക. അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക, ഒഴിവ് സമയം നൽകുക, പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക, സ്വയം പഠനത്തിനുള്ള അവസരങ്ങൾ നൽകുക. എന്നിട്ട് ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ള ഒറ്റ ഉത്തരമല്ല പ്രതീക്ഷിക്കുന്നത്, ഒരുപാട് എണ്ണം ഉള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആദ്യത്തേൽ 2 എണ്ണം ഉണ്ട്, രണ്ടാമത്തേൽ 2 എണ്ണം ഉണ്ട്, മൂന്നാമത്തേൽ 4 എണ്ണം ഉണ്ട്, നാലാമത്തേൽ 3 എണ്ണം ഉണ്ട്. ഇനി ഉത്തരത്തിലേക്ക് നോക്കുക. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്നത് ഏതൊക്കെയാ? ഈ പറയുന്ന അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക, അതെന്തായാലും വേണമല്ലോ. ഒഴിവ് സമയം നൽകുക എന്നതും പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക എന്നുള്ളതും അവിടെ പ്രൈമറി ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇനി അവസാനത്തെ സ്വയം പഠനത്തിലുള്ള അവസരങ്ങൾ നൽകുക, അതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എയും ഡിയും എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? മറ്റേത് രണ്ടും എന്തായാലും ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം ഒരു സ്കൂൾ കുട്ടിയുടെ വിജയത്തിനെന്ന് പറയുന്നത് ഫ്രീ ടൈം കൊടുക്കേണ്ടി വരും, പിന്നെയോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യേണ്ടി വരും? പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 4 ആൻസറും വരും. അവിടെ ഏതാ ആൻസർ വരിക? അപ്പോൾ ABCD എന്ന് പറയുന്നതാണ് ആൻസർ വരിക. അതായത് നമ്മൾ സിറ്റുവേഷൻ ആണ് നോക്കേണ്ടത്. മോസ്റ്റ് സ്യൂട്ടബിൾ ആണോ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 2 എണ്ണത്തിലേക്കൊക്കെ ചുരുങ്ങേണ്ടി വരും. എന്നാൽ സിറ്റുവേഷനിൽ എന്താണ് ആവശ്യം നോക്കി ഉത്തരം എഴുതുകയാണെങ്കിൽ ഇവിടെ 4 എണ്ണം ആവശ്യം വരുന്നതാണ്. സോ അടുത്തെന്ന് പറയുന്നത് 29 വ്യക്തിത്വത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം. ഇന്നലെയും കൂടെ നമ്മൾ എന്ത് ചെയ്തതാ? ജസ്റ്റ് പറഞ്ഞാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണം. ഇനിയോ പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നത്. ഇത് അനുബന്ധനത്തിന് ശേഷമല്ലേ? അപ്പൊ അനുബന്ധനം ചെയ്ത പ്രതികരണമാണ് ഏത്? ഉമിനീർ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നേരെ ഉത്തരത്തിലേക്ക് നോക്കിയാൽ മതി. അനുബന്ധിത പ്രതികരണം, അനുബന്ധനം ചെയ്ത പ്രതികരണമാണ് ഉമിനീർ. അപ്പോൾ അനുബന്ധിത പ്രതികരണം അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതും ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നലെ ലാസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും അവസാനം തന്ന PDF-ൽ അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതവിടെ പറഞ്ഞിട്ടുണ്ട്. അനുബന്ധനം ചെയ്ത പ്രതികരണം, അനുബന്ധിത പ്രതികരണം എന്നുള്ളതും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സോ LP-UPക്കാർക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടൊന്ന് ചെയ്ത് നോക്കാനും ഉത്തരം കിട്ടുന്നുണ്ടോ, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഒരു പരിശോധിക്കാനുള്ളൊരു അവസരമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ബാക്കി കേട്ടിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവും. പിന്നെയോ ഒറ്റ വായനയിൽ ഉത്തരം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ പലതും തെറ്റിപ്പോവും. 2 തവണ ഒന്ന് മനസ്സിരുത്തി ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം മനസ്സിലേക്ക് തെളിയുകയും ചെയ്യും. സോ 30 മാർക്കിൻ്റെ സൈക്കോളജിയുടെ ഉത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.